ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനി വിശേഷന്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസ്തിഷ്ക അല്ല സോറി ഒരു മിനിറ്റ് മസ്തിഷ്ക മരണം സിനിമയുടെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ സിനിമയിൽ രജിഷ വിജയനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കൃഷാന്ത് ആണ്. സിനിമ ഡയറക്ടറും റൈറ്ററും എഡിറ്ററും എല്ലാം ഓൾറൗണ്ടറാണ് പുള്ളി. സോ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഞാനിത് ആദ്യത്തെ സിനിമ ആയിരിക്കാം കാണുന്നത്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. സോ മേ ബി ആയിരിക്കാം ആദ്യത്തെ സിനിമ തന്നെ ആയിരിക്കും ഇത് കാണുന്നത്, മസ്തിഷ്ക മരണം. സോ പിന്നെ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്, വന്നു പോകുന്ന ഒരുപാട് ക്യാരക്ടർ സിനിമയിൽ. പിന്നെ നിരഞ്ജനാണ് മെയിൽ ലീഡ് കാസ്റ്റിൽ. പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്. അങ്ങനെ അത്യാവശ്യം പേരുള്ളവർ, ചിലരിലൊക്കെ പേരറിയില്ല, അത്യാവശ്യം പേരൊക്കെ ഉള്ള ഒരു സിനിമയാണ് മസ്തിഷ്ക മരണം. സോ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള, അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, അതായത് അല്ലാതെ എക്സ്പെരിമെന്റൽ സിനിമാസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ സിനിമ പോയിട്ട് കാണാം. അതായത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതായത് ഒരു സിനിമ തന്നെ ഒരു എക്സ്പെരിമെന്റൽ ത്രൂലാണ് എടുത്തിരിക്കുന്നത്. അതായത് സിനിമയുടെ കഥ നടക്കുന്നത് 2046 കൊച്ചിയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു കഥയാണ്. അപ്പത്തെ ടെക്നോളജി, പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗെയിംസ്, ആ രീതി, പിന്നെ ആ ഒരു രീതിയിലുള്ള ക്ലൈമാറ്റ്, ഇതൊക്കെ പോകുന്ന ഒരു ടെക്നോളജി ഒക്കെ വളർന്നിട്ട് ഈ രീതിയിൽ പോകുന്ന ഒരു വർഷമായിട്ടാണ് 2047 ഒരു ഡയറക്ടറിന്റെ ത്രൂവിൽ പുള്ളി ചിന്തിച്ചിട്ട് എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ് മസ്തിഷ്ക മരണം. അതായത് അതിൽ ആയിട്ടുള്ള, അതായത് AI ജനറേറ്റഡ് തിങ്സ് ആണ്, എല്ലാ ഒരു ടെക്നോളജി ത്രൂവിൽ തന്നെ നടക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് ഈ മസ്തിഷ്ക മരണം പുള്ളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ സ്റ്റോറി ആയിട്ട് പോകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ സയൻസ് ഫിക്ഷൻ സിനിമാസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന പോയിട്ട് കണ്ടാൽ മതി. അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്കൊക്കെ അത്രയ്ക്ക് ഒരു ഇഷ്ടപ്പെടില്ല, എന്താ കാണിച്ചു അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഈ സയൻസ് ഫിക്ഷൻ മറ്റേ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു സിനിമയാണിത്. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഒരു നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം നല്ലൊരു എൻഗേജിങ് ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽ രീതിയിലൊക്കെ പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. അതായത് സ്റ്റോറി തന്നെ അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരു ബിയോണ്ട് ദി തോട്ട് ആയിട്ട് തിങ്കിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. സോ സെക്കൻഡ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഒരു അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോകുന്ന സെക്കൻഡ് ഹാഫ്. പക്ഷെ ക്ലൈമാക്സ് എനിക്ക് അത്രക്കൊരു ഒരു ഗ്രിപ്പ് ചെയ്തിട്ട്, ഒരു നോർമൽ ക്ലൈമാക്സ് എന്തോ ഒരു അത്രക്കൊരു പിടിച്ചിട്ട് സെക്കൻഡ് ഹാഫിലുള്ള ക്ലൈമാക്സ്. എന്നാലും ബാക്കിയൊക്കെ ഇത് എൻറ്റയർ ആയിട്ട് ഒരു സിനിമയ്ക്കൊന്നും ബാധിക്കില്ല. പക്ഷെ സിനിമ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് വരെ. പക്ഷെ ക്ലൈമാക്സ് എനിക്ക് അത്രക്കൊരു ഇഷ്ടപ്പെട്ടിട്ട്. സിനിമയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, രജിഷ വിജയൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അതായത് ഫ്രം ദി ബിഗിനിങ് ടു ടിൽ ദി എൻഡ് വരെ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ജഗദീഷ് ചേട്ടനായാലും അങ്ങനെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇവരുടെ പെർഫോമൻസ് ഒക്കെ ആയാലും ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ചില ആ ടൈമിൽ ഉണ്ടായിരുന്ന ബിൽഡിംഗ് സ്ട്രക്ചർ, ആർട്ട് ഡിസൈൻസ് ഒക്കെ, ആർട്ട് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ആ ഒരു കാലഘട്ടത്തിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. അതായത് 2046 എങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ട് ഒരു തോട്ട് പ്രോസസ്സിൽ വന്ന പോലെ അങ്ങനെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ പറയുകയാണെങ്കിൽ സിനിമയിൽ മ്യൂസിക് എഴുതിയിരിക്കുന്ന വർഗി പറഞ്ഞാൽ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ആ സോങ് കൂടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന സ്കോർസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അതിന്. പിന്നെ സൗണ്ട് ഡിസൈൻസ് ആയാലും പിന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് അതിന്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഒരുപാട് AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സിനിമയല്ല ചെയ്യുന്നത്, അങ്ങനെ ഇതുകൊണ്ടായിരിക്കും AI ടൂൾസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയുടെ അവസാനമായിട്ട് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്ന ഒരുപാട് ടൂൾ. ഓവറോൾ ഈ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി സിനിമയാണ്. അതായത് ഫ്രം ദി ബിഗിനിങ് ക്ലൈമാക്സ് തൊട്ട് മുമ്പ് വരെ അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് എനിക്ക് ഒരു ലാഗ് ആയിട്ട് തോന്നി. പിന്നെ ബാക്കിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഹ്യൂമർ ഒക്കെ ആയാലും ഇതൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് അത്യാവശ്യം ഒരുപാട് സ്ഥലത്തൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സിനിമയിൽ ഒരു വിഷ്വലൈസേഷൻ ആയാലും ആ ഒരു ടൈമിലുള്ള തിങ്കിങ് ലെവലൊക്കെ ആയാലും സ്ക്രീനിലൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ടായി. പിന്നെ പറയണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. പിന്നെ ഈ സിനിമ കാണാത്തവരുണ്ടോ പോയിട്ട് കണ്ടോളി. സോ അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.